ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ആവേശകരമായ പ്രചാരണത്തിനിടയിൽ വെച്ചാണ് സ്ഥാനാർത്ഥി ശ്രീ ജോയിയുമായി നമ്മൾ സംസാരിക്കുന്നത്. വർക്കലയിൽ വെച്ചാണ്, അദ്ദേഹത്തിൻ്റെ തട്ടകമാണ്. അപ്പോൾ രണ്ട് മൂന്ന് സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, വർക്കലയുടെ MLA ആണ്. അതുപോലെ തന്നെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലാകെ കിടക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം, വിജയപ്രതീക്ഷ, ആറ്റിങ്ങലിനെ തിരിച്ചുപിടിക്കൽ, ആ രാഷ്ട്രീയ ദൗത്യത്തിൽ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി എന്തു പറയും? ഈ ഘട്ടത്തിൽ വോട്ട് നടക്കുകയാണെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മുടെ LDF-ലെ പ്രവർത്തകർ, ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ, വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവരുടെ പ്രവർത്തനം നടത്തി വരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് LDF-ലെ പ്രവർത്തകർ നന്നായിട്ട് പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനം വളരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളാണിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഞങ്ങളും ഒരു വ്യത്യസ്തമായ മേഖലകളിലാണ് വർക്ക് നടത്തുന്നത്. ഇപ്പോൾ ഏതാണ്ട് 127ഓളം വരുന്ന ആദിവാസി ഊരുകളെ നമ്മൾ കോർത്തിണക്കിക്കൊണ്ടൊരു പരിപാടി ഇട്ടു. തീരപ്രദേശത്താകെ ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നു. വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു സംവാദം പരിപാടി നടത്തുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടി, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പരിപാടിക്കാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. എന്തായിരുന്നാലും ഇന്നത്തെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി ബില്ല് വന്നതിന് ശേഷം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് വരികയാണ്. ഞാൻ ഇന്നലെ ഒരു പിതാവിനെ കണ്ടിരുന്നു. ആ പിതാവ് എന്നോട് പങ്കുവച്ചൊരു ആശങ്ക, ഇനി വീണ്ടും മോഡി അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ വോട്ടവകാശം പോലും ഇല്ലാതാക്കും, അതിനു വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ ഇപ്പോഴേ അവർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗം ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും. കാരണം പാർലമെൻറ്റിൽ പോയാൽ ചാഞ്ചാട്ടം വരില്ല. കോൺഗ്രസിനെ പോലെ വിലയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കോൺഗ്രസിലെ ഏത് നേതാവിനെയും ഇന്ന് വിലയ്ക്ക് വാങ്ങിക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആൻ്റണിയുടെ മകൻ്റെ കാര്യത്തിലും കരുണാകരൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടത് അതാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരാളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല. അത് ജനം തിരിച്ചറിയും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ജനം നെഞ്ചേറ്റി അതിന് അനുകൂലമായിട്ടുള്ളൊരു വിജയമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ മോദി സർക്കാരിനെതിരെ ഇത്ര ശക്തമായൊരു ജനവികാരം പ്രതിഫലിക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ, ഇവിടെ ഈ മണ്ഡലത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ്, വി മുരളീധരനാണ്. അതുകൊണ്ട് തന്നെ അത് ഈ മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? കേന്ദ്രമന്ത്രിയല്ല, ഇനി വേറെ ആരെങ്കിലും വന്ന് അതിനേക്കാൾ വലിയ ആളുകളിലൂടെ വന്ന് മത്സരിച്ചാലും ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഈ നാടിനു വേണ്ടി ഈ കേന്ദ്രമന്ത്രി എന്ത് ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകേണ്ടി വരും. ഒരു കേന്ദ്രമന്ത്രിയായിരിക്കുന്നയാൾ കേരളത്തിനും കേരളത്തിലെ സാധാരണ ജനവിഭാഗങ്ങൾക്കും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ആൻസർ പറയേണ്ടതായിട്ട് വരും. നിലവിൽ അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അതായത് ഉറച്ച വിജയപ്രതീക്ഷയോടെ സംസാരിക്കുന്നു, മുന്നോട്ട് പോകുന്നു, യാതൊരു സംശയമില്ല, ഞങ്ങളത് കാണുന്നതാണ്. അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആരാണ്? അതൊരു അല്പം കൂടി കഴിയുമ്പോൾ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാം സ്ഥാനത്ത് വരുന്നവരെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് അപ്പോൾ 2-നും 3-നും കടുത്ത മത്സരം നടക്കുന്നു എന്നാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് രണ്ടാമതാരെന്നൊരു ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതെ, 2-നും 3-നും വേണ്ടി കടുത്ത മത്സരം തന്നെ. പക്ഷേ UDF സിറ്റിംഗ് സീറ്റിൻ്റെ ഒരു ആനുകൂല്യം അവരിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. സിറ്റിംഗ് സീറ്റ് ഞങ്ങളുടെ കയ്യിലാണ് എന്ന് വിചാരിക്കുന്നത് അവരുടെ ഒരു ആനുകൂല്യമാണോ? നിങ്ങൾ മീഡിയ പ്രവർത്തകർ, നമ്മൾ ഒരു 10 പേരെ കണ്ട് ചോദിച്ചിട്ട് ഈ 5 വർഷക്കാലം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു, എവിടെയെങ്കിലും ഇദ്ദേഹം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് ജനം മറുപടി പറയും. അത് അദ്ദേഹത്തിൻ്റെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയും ചെയ്യും ഉറപ്പായും. ഈ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിനകത്ത് ഇടത് MLA-മാരാണ് ഈ മണ്ഡലങ്ങളാകെ നിൽക്കുന്നത്. അവരുടെ ഒരു പിന്തുണ, അവരിലൂടെ വരാൻ പോകുന്ന അധികമായ വോട്ട് വി ജോയ് എന്ന സ്ഥാനാർത്ഥി, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ, എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് മെച്ചപ്പെട്ട ഒരു റിസൾട്ടായിരിക്കും വരുന്നത്. കാരണം 7 നിയമസഭാ മണ്ഡലവും LDF-ൻ്റെ MLA-മാരാണ്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ കരുത്ത്, ആ മണ്ഡലത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം MLA-മാർ, ജനപ്രതിനിധികൾ നടത്തും. ഞങ്ങൾ ഈ കോൺഗ്രസ് BJP നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഉറക്കം കെടുത്തുന്നത് വർക്കല എങ്ങനെ ആയിരിക്കും ഇത്തവണ വി ജോയ്, എത്രമാത്രം ഭൂരിപക്ഷം കിട്ടും, ഏത് നിലയിലാകും എന്നുള്ളത് അവരുടെ കണക്കൂട്ടലുകളെ ആകെ അസ്ഥിരപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വർക്കലയെക്കുറിച്ച്, തൊട്ടപ്പുറത്ത് താങ്കളുടെ ജന്മനാട് ചിറയൻകീഴ് നിൽക്കുന്നു, അങ്ങനെ ഓരോ പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു വൈകാരിക അടുപ്പമുള്ളതാണ്. അപ്പോൾ എന്താണ് വർക്കല, ചിറയൻകീഴ് പോലുള്ള മണ്ഡലങ്ങളിൽ താങ്കളുടെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ച ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, വർക്കലയിലെ ലീഡ് വർക്കലയിലെ ജനങ്ങൾ എനിക്ക് നൽകിയ ഭൂരിപക്ഷം
ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ തൊട്ടടുത്തുള്ള 2 മണ്ഡലങ്ങൾ, എൻ്റെ വീടിരിക്കുന്ന ചെറിയൻകീഴ് മണ്ഡലം, ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തിയ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം, അതെല്ലാം എനിക്ക് നല്ല മെജോറിറ്റി നൽകും. അക്കാര്യത്തിൽ ഉറപ്പാണ്. മറ്റേ 2 ചെറിയൻകീഴും ആറ്റിങ്ങലും എല്ലാം LDFന് നല്ല മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഭൂരിപക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ആറ്റിങ്ങലിൻ്റെ കാറ്റ് ഇടത്തേക്കാണ് ഒരു ഏറ്റവും മികച്ച വിജയത്തിലേക്ക് ആറ്റിങ്ങൽ പോകുന്നു എന്നതിൻ്റെ കാര്യകാരണ സഹിതമാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ സംസാരിച്ചത്. അത് കേവലം ഒരു ആത്മവിശ്വാസ പ്രകടനം മാത്രമല്ല എന്നുള്ളത് കൂടി കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഞാൻ വളരെ ചുരുക്കം വാക്കുകൾ വളരെ വേഗത്തിൽ ഈ ഇടതുമുന്നണി പ്രവർത്തകരോടൊന്ന് ചോദിക്കാം. എന്തുകൊണ്ട് വി ജോയ്, എന്താണ് സ്ഥാനാർത്ഥി പങ്കുവെച്ച ആത്മവിശ്വാസത്തിനൊപ്പം നിങ്ങൾക്ക് ചേർക്കാനുള്ളത്? ആറ്റിങ്ങലിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് വി ജോയ്? 7.5 വർഷക്കാലമായി ഈ നാട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയാണ് അഡ്വക്കേറ്റ് വി ജോയ് ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിക്കും വ്യക്തമായി അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അറിയണം എന്നുള്ളതാണോ വർക്കലക്കാർ പറയുന്നത്? ഉറപ്പായിട്ട് തീർച്ചയായിട്ടും അതറിയും. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ക്യാമറ ഒന്ന് 360 സ്പാൻ ചെയ്താൽ തന്നെ വി ജോയ് എന്താണെന്ന് മനസ്സിലാവും. ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ക്യാമറ ഒന്ന് 360 സ്പാൻ ചെയ്താൽ മാത്രം മനസ്സിലാവും വി ജോയിയുടെ വർക്കലയിലെ പ്രവർത്തനം എന്താണെന്നുള്ളത്. ദേശീയ ജലപാതയുടെയും മറ്റും അല്ലേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. TS കനാലിന്റെ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടുള്ള എല്ലാ ഇതിലും ഞങ്ങൾക്ക് ജോയി അണ്ണനാണ്. വെട്ടൂർ പഞ്ചായത്തിനകത്ത് തന്നെ ഒരു റോഡ് പോലും ബാക്കിയില്ലാത്ത രീതിയിൽ റോഡുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് പോലും കംപ്ലൈൻറ്റ് പറയാൻ പറ്റാത്ത നിലയിൽ വികസനങ്ങൾ ഉണ്ടാക്കി.